ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഗോതമ്പ് പൊടി കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ മാവിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഗോതമ്പ് മാവ് ആയതുകൊണ്ട് തന്നെ ഓരോ ഗോതമ്പ് മാവിനും ഓരോ അളവായിരിക്കും വെള്ളത്തിന്. അതുകൊണ്ട് കറക്റ്റ് വെള്ളത്തിൻ്റെ ഒരളവ് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊരു ദോശ മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുമ്പോൾ കാണുന്ന ആ കൺസിസ്റ്റൻസി അത്രയും ആ ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്ക് ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് വെളിച്ചെണ്ണയോ ഓയിലോ ഏതാ ഉള്ളത് അത് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എണ്ണ നമ്മൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം, അതായത് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി 2 നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുള്ള മുളകാണ്. അതുകൂടെ ചേർത്തിട്ട് ആ പച്ചക്കുത്ത് പോകുവോളം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. സവാള ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ റെസിപ്പിക്ക് നമ്മൾ സവാളയും പച്ചമുളകൊക്കെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് നല്ല പെട്ടെന്ന് വാടിക്കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. ഇനി ഈ സവാളയിൽ നിന്ന് വാടിക്കിട്ടാൻ ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഇതൊന്ന് വാടി വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ആ കുത്തൊന്ന് പോകുവോളം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് ആ ഒരു കളറും വരും, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദോശത്തവ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ആദ്യം നമ്മൾ ഉള്ളി വാട്ടിയത് ഓയിലാണെങ്കിൽ ഓയിലൊന്ന് തൂത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഒന്ന് തൂത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ആയിരിക്കും ഈ റെസിപ്പിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. കഴിവതും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ബാറ്റർ നമ്മുടെ തവയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയിൽ പരത്തിയെടുക്കരുത്. അത്യാവശ്യം ഒരു നൈസാക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് കട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, ഗോതമ്പ് പൊടി വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് നേരിയതായിട്ട് പരത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് കുറച്ചൊന്ന് തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് ഒരു ഭാഗം ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗവും ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അല്പം എണ്ണയൊന്ന് നമ്മുടെ പാനിലൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ചുറുക്കുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ കൂടി ഇന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.